എല്ലാവർക്കും 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദ ജംഗിൾ ഫൈറ്റ് എന്ന യൂണിറ്റാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ആക്ടിവിറ്റി എല്ലാ കൂട്ടുകാരും ചെയ്തില്ലേ? ചെയ്യാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഫോക്സ് ഇങ്ങനെ വിന്നറായിട്ട് നിൽക്കുകയായിരുന്നു അല്ലേ? പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. മ്യാവ് മ്യാവ്, വിൽ യു ഗിവ് മീ എ ചാൻസ്? ദ കാറ്റ് സ്റ്റെപ്ഡ് ഫോർവേഡ്. ഏ ha ha, everybody left at the cat. I can throw you up like a feather. The fox threw the cat into the air. അപ്പോൾ എന്താ പറയണേ? നീ എനിക്കൊരു അവസരം തരാമോ എന്ന് ചോദിച്ചിട്ട് ആരാണ് മുന്നിലേക്ക് വന്നത്? പൂച്ച. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും ചിരി വന്നു. അപ്പോൾ എനിക്കൊരു തൂവൽ പോലെയാണ് നിന്നെ മുകളിലേക്ക് എറിയാൻ സാധിക്കുമെന്ന് ഫോക്സ് പറഞ്ഞുകൊണ്ട് പൂച്ചയെ മുകളിലേക്ക് എടുത്ത് എറിഞ്ഞു. അപ്പോൾ എന്തിനാണ് മറ്റു മൃഗങ്ങൾ ചിരിച്ചതെന്നറിയോ? ഈ ചെറിയ മൃഗമായ കാറ്റിനെ ഫൈറ്റ് ചെയ്തിട്ട് ഫോക്സിനോട് ജയിക്കാൻ സാധിക്കുമോ? ഇല്ല. അത് ആലോചിച്ചുകൊണ്ടാണ് അവരൊക്കെ ചിരിച്ചത്. Where's the cat now? Look at the picture. The cat landed on his paws. The fox got angry. Here you go up again. Once again he caught the cat and threw him up. Again the cat landed on his forelegs. He laughed at the fox. This made the fox more angry. He threw the cat up several times, but the cat always landed on his paws. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫോക്സിനെ കാറ്റിനെ മുകളിലേക്ക് എടുത്ത് എറിഞ്ഞു. അപ്പോൾ എന്താണ്? പൂച്ച 4 കാലിൽ താഴേക്ക് വന്ന് നിന്നു. അത് കണ്ട് ഫോക്സിന് ദേഷ്യം വന്നു. വീണ്ടും കാറ്റിനെ എടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞു. അപ്പോഴും കാറ്റ് അതുപോലെ തന്നെ 4 കാലിൽ വന്നിട്ട് നിന്നു. അപ്പോൾ പൂച്ച കുറുക്കനോട് ചിരിച്ചു കാണിച്ചു. അത് കണ്ട് കുറുക്കന് വീണ്ടും ദേഷ്യം വന്നു. അപ്പോൾ ഒരുപാട് തവണ ഇങ്ങനെ പൂച്ചയെ മുകളിലേക്ക് എറിഞ്ഞു. Can you jump up and land on your legs? The cat challenged the fox. Why not? The fox asked. He jumped into the air. He thought he would land on his feet. Thud, the fox fell down. His back touched the ground. Hooray! The cat jumped with joy. Dum, dum, dum. The cat is the winner, the drummer announced. Hearing this, everybody clapped. അപ്പോൾ പൂച്ച ചോദിക്കുകയാണ്, നിനക്ക് മുകളിലേക്ക് ചാടിയിട്ട്, ആരോടെ ചോദിക്കുന്നത്? കുറുക്കനോടാണ് ചോദിക്കുന്നത്. നിനക്ക് മുകളിലേക്ക് ചാടിയിട്ട് താഴെ 4 കാലിൽ വന്നിട്ട് നിൽക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചുകൊണ്ട് പൂച്ച കുറുക്കനെ വെല്ലുവിളിച്ചു. എന്തുകൊണ്ടില്ല, എനിക്കും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുറുക്കന് മുകളിലേക്ക് ചാടി. പക്ഷെ കുറുക്കൻ താഴേക്ക് വീണു. എങ്ങനെയാണ് താഴേക്ക് വീണത്? ഗ്രൗണ്ടിൽ മുതുക് കുത്തിയിട്ടാണ് താഴത്തേക്ക് വീണത്. അപ്പോൾ ഇത് കണ്ട പൂച്ച ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി. അപ്പോൾ ഡ്രം കൊട്ടിയിട്ട് അറിയിച്ചു, പൂച്ചയാണ് വിന്നർ. ഡ്രമ്മർ അനൗൺസ് ചെയ്തു. മറ്റു മൃഗങ്ങളെല്ലാം ഇത് കണ്ടപ്പോൾ കൈകൊട്ടി. The cat will go with the drummer to the palace. അങ്ങനെ പൂച്ച എന്താണ്? ഡ്രമ്മറിൻ്റെ കൂടെ പൂച്ചയാണ് പാലസിലേക്ക് പോകുന്നത്. Who will become the king's pet? ആരാണ് കിങ്ങിൻ്റെ പെറ്റ്? The cat. Cat meow meow, will you give me a chance? Animals. Yeah, ha ha. Fox, I can throw up like a feather. Fox, here you go up again. Cat, can you jump up and land on your legs? Fox, why not? Fox, a drummer. Dum dum dum. The cat is the winner. Today's activities: read the story. Activity 4. Say what the fighters are doing. You can select words from the box to write the sentences. One is
done for you. Throwing, biting, kicking, butting. The lion is hitting the elephant. The tiger is biting the lion. The horse is kicking the ball. The bull is butting the giraffe. The fox is throwing the cat. Next activity, activity 5. The king is very happy with his new pet, the cat. He wanted to know how the cat became the winner. The king asked the cat about the fight. This is what the cat said. Can you complete it? അപ്പോൾ പൂച്ചയായിട്ട് കൊട്ടാരത്തിലെത്തിയപ്പോൾ പൂച്ചക്ക് രാജാവിന് ഭയങ്കര സന്തോഷമായി. പൂച്ചയെ കണ്ടപ്പോൾ അല്ലേ, പെറ്റിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് വിന്നറായത് എന്ന് ചോദിച്ചപ്പോൾ പൂച്ച ആരൊക്കെയാണ് ഫൈറ്റ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പൂച്ച പറഞ്ഞു കൊടുക്കുകയാണ്. The elephant was big, but the lion beat him. The lion was strong, but the tiger beat him. The tiger was brave, but the bear beat him. The bear was fat, but the giraffe beat him. The giraffe was tall, but the bull beat him. The bull was smart, the horse beat him. The horse was fast, but the fox beat him. The fox was cunning, but I beat him. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്